കൊടംപുളി. ചേട്ടാ കൊടംപുളി എത്രയാ? 100 ഗ്രാമിന് 30 രൂപ. എന്നാ 100 എടുത്ത്. 100 എടുത്ത്. വേറെ മതി മതി. ചേഞ്ച് ഇല്ല. ആ ഞങ്ങളുടെ കയ്യിൽ 500 1000 ഒക്കെ ഉണ്ടാവത്തുള്ളൂ, 100 ഒന്നും കാണാറില്ല. ആ ചേച്ചി എനിക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അത് മതി, ഇത്ര മതി. ആ മതി. ഇഞ്ചി പച്ചമുളക് ഒരു 100 ശകലം മതി ചേച്ചി, കുറച്ച് കാശേ ഉള്ളൂ. വെളുത്തുള്ളി കൊണ്ട് അമ്മച്ചി ഇത്ര മതി. ചെറിയ ഉള്ളിയും വലുതല്ലേ? ആ ഇട്ടോ. എല്ലായിടത്തും 20 കണക്കാണല്ലോ. ഇവിടുന്ന് വല്ല ഫ്രീ ആയിട്ട് തരാൻ താല്പര്യമുണ്ടോ? താങ്ക് യു. മുളകുപൊടിയൊക്കെ ഉണ്ടോ? കാശ്മീരി ചില്ലി ഒരു പാക്കറ്റ്, 4 കിലോയുടെ പാക്കറ്റ്. ആ നമുക്ക് ആവശ്യമുള്ള നോക്കിയെടുക്കാം. ഉലുവ പൊടിയുണ്ടോ? അല്ലെങ്കിൽ ഉലുവ ആയാലും മതി. ചെറുതില്ലേ? ആ 10 രൂപയുള്ളൂ, കുഴപ്പമില്ല. മഞ്ഞപ്പൊടി പാക്കറ്റ്, ചെറിയ പാക്കറ്റ് മതിയേ. കടുക് കുറച്ച് 100 കുറഞ്ഞ് ചോദിക്കണം, നാണക്കേടല്ലേ? തരത്തില്ലെന്ന്. ഇത് ഭയങ്കര ഉപ്പാണോ? അപ്പൊ ഇത്ര മതി, ഒന്നും വേണ്ട. പൈസ തന്നേ? അപ്പൊ ശരി, താങ്ക്സ്. അയ്യോ മറന്നുപോയി, വെളിച്ചെണ്ണ 1/2 കിലോ. മീനാണ് കേട്ടോ, വലിയ മീനാ. നോക്കട്ടെ. അമ്മച്ചി ഇതെന്താ മീൻ? എത്ര വില? 500. വേണ്ട അമ്മച്ചി. ഇതെന്ത് മീനാ? നെമ്മീന് ഞാനുമായിട്ട് നല്ല ടേംസ് അല്ല, പരിചയമില്ല. അതെ ഭയങ്കര ഫാൻസാ കേട്ടോ. അവിടെ ഒരു ചേച്ചി ഭയങ്കര ഒറ്റപ്പാട് പോളും, ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടതാ. അമ്മച്ചി ഇതെന്തുവാ? ചൂരയാണോ? മുറിഞ്ഞു പോവാത്ത നല്ല കഷ്ണം നോക്കി തരുമോ? നല്ല കഷ്ണമാണ്. ഇത് കണ്ടോ? ഇത് മുറിച്ച് തരുമോ? അതെന്താ അങ്ങനെ? അതുപോലെ ഞാൻ വെട്ടി നല്ല പീസാക്കി തന്നെ വെച്ചിരിക്കണം. വേണ്ട 100 രൂപയ്ക്ക് മതി. കാശില്ല അമ്മച്ചി. ഇനി വാങ്ങിക്കാനുണ്ട്. പിശുക്കി വാങ്ങിക്കണ്ടേ? സത്യം പറഞ്ഞ എനിക്ക് പ്രോത്സാഹനം വിൽക്കാനായിട്ട്. ഞാനും കൂടണോ? അമ്മച്ചി കപ്പ കിലോ എത്ര? 30 രൂപ. 1 കിലോ ഒന്നും വേണ്ട അമ്മച്ചി, കുറച്ച് മതി. നല്ല പച്ച നോക്കിട്ടാ അമ്മച്ചി. തീരെ വേണ്ട, എനിക്കിത് മാത്രം മതി. മതി. നല്ല കപ്പ. ആരാധക വൃന്ദം പൊതിഞ്ഞു വെച്ചേക്ക, വെയിലും ഉള്ളായിരിക്കാനാ. നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞ് ഇനി നമുക്ക് പോവാം. മുളക് ഇച്ചിരി എടുത്താലേ ചേട്ടാ? ഇച്ചിരി വറ്റൽ മുളക് തരുമോ? 50 ഇതിലെടുക്കട്ടാ? എത്ര രൂപ? എന്റെ കാശ് എടുക്കുവോ? 2 കൂടെ എടുത്തോട്ടാ. നമ്മളെവിടെ ചെന്നാലും നമ്മുടെ സ്വഭാവം മറക്കരുത് കേട്ടോ. ചോദിച്ചു വാങ്ങിക്കണം, എരന്ന് വാങ്ങിക്കണം. തന്നല്ലോ അല്ലേ? കഴിഞ്ഞു. പൈസ ബാക്കി വന്നു. സ്നേഹം കൊണ്ട് എല്ലാവരും ഫ്രീ ആയിട്ട് തരുന്നത് കണ്ട്. ഇതൊക്കെ
10 രൂപ, 15 രൂപയുടെ സാധനം 10 രൂപയ്ക്ക് 500 രൂപ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം മനസ്സിലായില്ല, ഞാൻ പിശിക്കുകയായിരുന്നു. 120 രൂപ ബാലൻസ് വന്നു. ബാലൻസ് ഒന്നും വരരുതെന്നാണ് പറഞ്ഞത്. കൂടെ ഒന്നും ഒരു 10-20 രൂപ ബാലൻസ് വരാൻ പാടുള്ളൂ. പക്ഷേ അതുകൊണ്ട് നമുക്കിത് ബാക്കിയും കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അതിൻ്റെ പേരിൽ മാർക്ക് പറഞ്ഞാൽ എനിക്ക് സങ്കടം വരത്തില്ലേ? ദണ്ണം വരും. എന്റെ പർച്ചേസിങ് കഴിഞ്ഞു. അമ്മച്ചി ഒരു കവർ തന്നെ. മക്കളെ ഒരു കവർ ഓ അമ്മച്ചി ഫ്രീ ആണ് അമ്മച്ചി. താങ്ക് യു അമ്മച്ചി. എന്നെ തുടിക്കുന്നടി. നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ആകെ 5 രൂപ ബാലൻസ് ഉണ്ടായിരുന്ന കവർ ഇല്ലാത്തതുകൊണ്ട് ഇത് പോകുന്നു വിചാരിച്ചു. പക്ഷെ അമ്മച്ചിയുടെ സന്മനസ് കൊണ്ട് എനിക്ക് കവർ ഫ്രീ ആയിട്ട് കിട്ടി. അതാണ് ഈ പുഞ്ചിരിയുടെ രഹസ്യം. ഇനി നമുക്ക് അവിടെ കാണാം. 500 രൂപ കൊണ്ട് എന്തൊക്കെ മാജിക്കാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ചൂര വാങ്ങി. ചൂരമീൻ വാങ്ങി. പിന്നെ കപ്പയും മീനും. മീൻ കറിയാണ് ഉദ്ദേശിക്കുന്നത്? മീൻ കറിയാണ്. അതിന്റെ കൂടെ എന്തൊക്കെയാണ്? 500 രൂപയ്ക്ക് ഒരു കപ്പയും മീൻ കറി മാത്രം മതിയോ? ഇല്ല, ഞാൻ സത്യം അതായത് ഒരാള് നെമ്മീൻ വാങ്ങിച്ചു, അതിനോടൊപ്പം പുട്ടിന്റെ പൊടിയൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും പൈസ കറക്റ്റ്. കാര്യം അത് നെമ്മീനായതുകൊണ്ട്. ഒരു ഭയങ്കര നന്നായിട്ട് ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ ഈ വില കൂടിയിരിക്കുന്ന സമയത്ത് നെമ്മീൻ വാങ്ങിച്ച് 500 രൂപ തീർക്കാൻ നോക്കില്ല. ഞാനൊക്കെ ആണെങ്കിൽ അയലയോ ചാളയോ കേട്ടോ. ഇപ്പൊ എന്തായാലും ചൂര മേടിച്ചു. അത് പിന്നെ നെമ്മീൻ്റെ അത്രയില്ല. നമ്മുടെ അവിടെയൊക്കെ കിലോ കണക്കാണ്. ഇവിടെ ഇങ്ങനെ ഒരു പോർഷനാണ്. പക്ഷെ വാങ്ങിച്ച മീൻ വെച്ച് ചൂര വെച്ചിട്ട് എന്തൊക്കെ പ്ലാനിങ് ആണ്? കപ്പ, മീൻകറി, പിന്നെ മീൻ വറുത്തത്, അതായത് മീൻ പൊടി എന്ന് പറയും. ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഉണ്ടാക്കി പരീക്ഷണം നടത്താൻ പറ്റുന്നു. ഓക്കെ. അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. 500 രൂപ തന്നു. പാളയം മാർക്കറ്റിൽ വിട്ടു. മാർക്കറ്റല്ല, ചന്ത. അവിടെ വിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കപ്പയും മീൻകറിയാണ് പ്ലാൻ ചെയ്തിരിക്കണേ. കുടംപുളി ഇട്ട മീൻകറി. എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഐഡിയ പോലെ എന്തെങ്കിലുമൊക്കെ സൈഡിൽ എന്തെങ്കിലും വെക്കും. ഇച്ചിരി മീലാക്കണം എന്നാണ് പറഞ്ഞിരിക്കണേ, നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യമേ കപ്പ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചില കപ്പ വേവാൻ ഒരുപാട് സമയമെടുക്കും. ഇതിവിടെ നിന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് എനിക്കിന്ന് കിട്ടിയത് ചൂരയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വില പേശി വാങ്ങിയത് തന്നെയാണ്. നമ്മുടെ ശരിയായ സ്വഭാവം മുഴുവനും എല്ലാവരും നാട്ടുകാർ മൊത്തം കണ്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് എപ്പോഴും ഞാൻ കുറച്ചാണ് ഇടുന്നതെന്ന് ജഡ്ജസ് പറഞ്ഞു. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ഇടാം. എന്നിട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. നാരങ്ങയൊക്കെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, വാങ്ങിക്കാൻ മറന്നുപോയതാണ്. അപ്പം അതവിടെ ഇരിക്കട്ടെ. മീൻകറിക്കുള്ള പരിപാടി നോക്കാം. പാൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അടുപ്പത്ത്. വെളിച്ചെണ്ണ ഒഴിക്കുക. നിറയെ എണ്ണ ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ് എപ്പോഴും മീൻകറിക്ക്. നമ്മുടെ കപ്പ വെന്തു. ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. എന്തായാലും അണച്ചിടാം. കടുകിടാം. കടുക് പൊട്ടാൻ ഇത്ര താമസം എന്നറിയില്ല. കുറച്ച് ദിവസമായിട്ടേ ഞങ്ങൾ നല്ല ടേംസ് അല്ല. പൊട്ടട്ടെ. പൊട്ടി കഴിയുമ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി കൂടെ ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇടാം. ചിലവർ ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ചേർക്കുന്നവരുണ്ട്. നമുക്ക് സമയം കുറവായതുകൊണ്ടാണ്, എളുപ്പം മീൻകറി ഉണ്ടാക്കാനാണ് ഇത്. നമുക്കിതിലേക്ക് ഇടാം. കുറച്ച് ഉപ്പ് ഇതിലേക്കിടാം. നന്നായിട്ട് മൊരിയട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. മീൻകറിയാണ് നമ്മുടെ മെയിൻ സംഭവം, മറക്കരുത്.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി കൂടുതലിടണം, കാരണം കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഇച്ചിരി ഇതായാലും കുഴപ്പമില്ല. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. കരിയരുത്. ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ചുമയ്ക്കുന്നതാണ് നമ്മുടെ മസാല മൂക്കുന്ന പാകം. അതൊരു മിനിറ്റ് അവിടെ ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ കപ്പ പെറുക്കി മാറ്റാം. ഇതിലേക്ക് നമുക്ക് കൊടംപുളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കൊടംപുളി ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ മീൻ വേവണമല്ലോ. എപ്പോഴും എൻ്റെ ചിക്കൻ ആണെങ്കിലും വേവുന്നില്ലെന്നാണ് ജഡ്ജസ് പറയുന്നത്. ഇന്ന് തിരക്ക് പിടിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിള വന്നു തുടക്കട്ടെ. എപ്പോഴും തിളച്ച് തുടങ്ങുമ്പോഴേക്കും മീനിടുക, അപ്പോൾ പിന്നെ കഷ്ണം പൊടിഞ്ഞു പോവില്ല. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പുളി നോക്കാം, കാരണം ചില കുടംപുളി പെട്ടെന്ന് അങ്ങ് കയറി പിടിക്കും, മാത്രം നല്ല പുളിയുമായിരിക്കും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് തിളച്ച് തുടങ്ങി. നമുക്ക് മീനിടാം. വീട്ടിലാണെങ്കിലും എനിക്ക് കറിച്ചട്ടിയിൽ വെച്ച് ആണ് ശീലം. ചീനച്ചട്ടിയിൽ ആദ്യമായിട്ടാണ് ഞാൻ മീൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല. ആദ്യം ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് വച്ചാൽ അത് തണുക്കും. കപ്പ ഒരു സ്ഥലത്ത്, എൻ്റെ കപ്പ വേറെ സ്ഥലത്തേക്ക്. ഇതവിടെ ആവട്ടെ. മീൻകറിയുടെ കാര്യം മറക്കരുത്. ഒരു സാധനം കൂടെ നമുക്കിടാം, ഉലുവാപ്പൊടി. സാധാരണ മീൻ വയ്ക്കുമ്പോൾ തവിയിട്ട് ഇളക്കരുതെന്ന് പറയും, കാരണം കഷ്ണം ഉടഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ചട്ടിയിട്ട് ഇങ്ങനെ കറക്കാം. ചട്ടിയെ നമുക്ക് കറക്കാം, കുറേ നേരമായിട്ട് നമ്മൾ കറക്കുമല്ലേ. കപ്പ നമുക്ക് ഇതേ ചെറിയ പീസായിട്ട് ഇങ്ങനെ ആക്കാം. ചൂട് കൂടുതലായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഇത്ര ടെൻഷനില്ല. വിചാരിക്കും ഇപ്പോൾ ഇത് കപ്പ റൗണ്ടാണെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ പോർക്ക് റോസ്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പോർക്ക് കിട്ടിയില്ല. ആ മാർക്കറ്റിൽ പോർക്ക് കിട്ടിയില്ല. എല്ലാവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംഭവം എല്ലാ ദിവസവും നമ്മുടെ അവിടെയും അങ്ങനെ മാർക്കറ്റിൽ കിട്ടാറില്ല.